ഐ ഫീൽ ദാറ്റ്. എനിക്ക് തോന്നുന്നു എന്ന് നമ്മൾ പറയാറില്ലേ? ഉദാഹരണത്തിന്, ഐ ഫീൽ ദാറ്റ് ഹീ ക്യാൻ ഡു ദാറ്റ്. അവന് അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. 2, ഐ ബിലീവ്. ഐ ബിലീവ് ഹീ ഈസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദാറ്റ്. അതിനു പറ്റിയ ആൾ അവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3, ഐ തിങ്ക് ഹീ ക്യാൻ ഡു ദാറ്റ് ബെസ്റ്റ്. അവന് അത് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. 4, ഹിയർ ഈസ് വാട്ട് ഐ തിങ്ക്. ഗിവ് ഹിം എ ചാൻസ് ആൻഡ് ലെറ്റ് ഹിം പെർഫോം. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. അവനൊരവസരം കൊടുക്കുക, അവൻ ചെയ്യട്ടെ. 5, ഇൻ മൈ ഒപ്പീനിയൻ ഹീ ക്യാൻ ഡു ദാറ്റ് ഫാസ്റ്റർ ദാൻ എനിവൺ എൽസ്. എൻ്റെ അഭിപ്രായത്തിൽ മറ്റാരേക്കാളും വേഗത്തിൽ അവനത് ചെയ്യാൻ കഴിയും. 6, ദ വേ ഐ സീ ഇറ്റ്. എൻ്റെ നോട്ടത്തിൽ എന്ന് നമ്മൾ പറയാറില്ലേ? ഉദാഹരണത്തിന്, ദ വേ ഐ സീ ഇറ്റ് ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഡു ദാറ്റ്. എൻ്റെ നോട്ടത്തിൽ അവനത് ചെയ്യാനുള്ള കഴിവുണ്ട്. 7, ഇഫ് യു ആസ്ക് മീ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്ന് നമ്മൾ പറയാറില്ലേ? ഉദാഹരണത്തിന്, ഇഫ് യു ആസ്ക് മീ ഹി ഈസ് ദ മോസ്റ്റ് ടാലൻറ്റഡ് പേഴ്സൺ ടു ഡു ദാറ്റ്. എന്നോട് ചോദിച്ചാൽ അത് ചെയ്യാൻ ഏറ്റവും സമർത്ഥൻ അവനാണെന്ന് ഞാൻ പറയും. ഇവിടെ ഞാൻ പറയും എന്നത് എടുത്തു പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ആ അർത്ഥം കിട്ടിക്കൊള്ളും. 8, ദ ബെസ്റ്റ് തിങ് ടു ഡു ഈസ് ടു അസൈൻ ദിസ് ടാസ്ക് ടു ഹിം. ഈ പണി അവനെ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 9, വി ഷുഡ് പ്രോബബ്ലി ആസ്ക് ഹിം ടു ഡു ദാറ്റ്. അത് ചെയ്യാൻ അവനോട് പറയുന്നതായിരിക്കും നല്ലത്. 10, ഇഫ് യു ഡോണ്ട് മൈൻഡ് മൈ സേയിങ് സോ. ഞാൻ പറയുന്നത് കൊണ്ട് വിരോധമില്ലെങ്കിൽ എന്ന് നമ്മൾ പറയാറില്ലേ? ഉദാഹരണത്തിന്, ഇഫ് യു ഡോണ്ട് മൈൻഡ് മൈ സേയിങ് സോ ഹീ ഈസ് ദ വൺ ഹു ക്യാൻ ഡു ഇറ്റ് എക്സലൻ്റ്ലി. ഞാൻ പറയുന്നത് കൊണ്ട് വിരോധമില്ലെങ്കിൽ അത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ കഴിയുന്നത് അവനാണ്. ഐ തിങ്ക് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.